ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഞാനൊക്കെ ഇവിടെ സുഖമായിരിക്കുന്നു. പിന്നെ നിങ്ങളുടെ ഒരു ഗുഡ് ന്യൂസ് പറയാനുണ്ട്. നമ്മൾ പാം ക്രാഫ്റ്റിന് ഒരു ബാക്കപ്പ് ചാനൽ കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പാം ക്രാഫ്റ്റ് ഷോർട്സ് ആണ്. അപ്പോൾ അതിൽ മെയിനായിട്ട് ക്രാഫ്റ്റിൻ്റെയും അതുപോലെ ബോട്ടിൽ ആർട്ടിൻ്റെയൊക്കെ ഷോർട്ട് വീഡിയോ ആയിരിക്കും ഉണ്ടാവുക. അപ്പം ഇതുവരെ എൻ്റെ കൂടെ കട്ടയ്ക്ക് നിന്നിട്ടുള്ള എല്ലാവരും അവിടെ വന്നിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ വീഡിയോസൊക്കെ കണ്ടിട്ടൊന്ന് എല്ലാവരും കമൻറ്റ് കൂടെ ചെയ്യാം. അപ്പോഴല്ലേ എനിക്ക് ആരൊക്കെയാണ് അവിടെ വന്നതെന്നൊക്കെ ഒന്ന് മനസ്സിലാവുള്ളൂ. ഇന്ന് നമ്മളൊരു ബോട്ടിൽ ആർട്ട് തന്നെയാണ് ചെയ്യാൻ പോണത്. അപ്പോൾ അതിന് നമ്മളൊരു ഗ്ലാസിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലൊരു ബേസ് കോട്ടായിട്ട് വൈറ്റ് ആക്രിലിക് പെയിൻറ്റ് അടിച്ചു കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഒരു കോട്ട് അടിച്ച് നന്നായിട്ടൊന്ന് ഇങ്ങനെ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലൊരു ഡാർക്ക് ബ്ലൂ വെച്ചിട്ട് ഇങ്ങനെ ഒരു കോട്ട് അടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബ്ലൂവിലേക്ക് കുറച്ചൊരു ബ്ലാക്ക് കളറും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് ഇങ്ങനെ അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് നല്ലൊരു ഡാർക്ക് ബ്ലൂ കിട്ടുമല്ലോ. പക്ഷേ ഈ വൈറ്റ് ബേസ് കോട്ടായിട്ടുള്ളതുകൊണ്ട് തന്നെ ആ ഒരു ഡാർക്ക് ബ്ലൂ അത്രയ്ക്ക് അങ്ങോട്ട് കാണുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഒരു ബ്ലൂ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ മിക്സ് ചെയ്തിട്ടൊന്നിങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളൊരു സീനറി ആയിട്ടുള്ളൊരു ബോട്ടിലാണ് കേട്ടോ ചെയ്യണത്, ഒരു വാട്ടർഫോളൊക്കെ ആയിട്ടുള്ള. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളൊരു ബ്ലൂ കളർ ചൂസ് ചെയ്തിട്ടുള്ളത്. എനിക്ക് കുറേ ആയിട്ട് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു, സീനറി ഒരു ബോട്ടിൽ ചെയ്യുമോ, അതുപോലെ വാട്ടർഫോൾ ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു സീനറിയും വാട്ടർഫോളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കുറേ ആയിട്ടൊന്നും അങ്ങനെ ചെയ്ത് നോക്കാമെന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ബോട്ടിലിൻ്റെ ഒരു ഫ്രണ്ടിൽ മാത്രം കുറച്ച് ഭാഗം ഒഴിച്ചിട്ടുണ്ട്, ബാക്കി ഭാഗത്തൊക്കെ നമ്മൾ ബ്ലൂ കളർ അടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു ഫ്രണ്ടിൽ നമ്മളൊരു മൂണിനെ വരച്ചു കൊടുക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ക്യാപ്പ് വെച്ചിട്ട് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പോലെ കൊടുത്തിട്ട് ബാക്കി ഭാഗമൊക്കെ ഇങ്ങനെ സ്കൈ പോലെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ആ ഒരു സ്കൈ ബ്ലൂ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ള ഒരു ബ്ലൂ ആയിരുന്നു. പക്ഷേ അത് വെച്ചിട്ട് ഇങ്ങനെ ആ ഒരു ഭാഗം പെയിൻറ്റ് അടിച്ചു കൊടുത്തപ്പോൾ അത്ര ഒരു ഭംഗിയില്ല, വേറൊരു പ്രത്യേക ഒരു കളറാണ് വരുന്നത്. അപ്പോൾ പിന്നെ ഞാൻ ബ്ലൂവിലേക്ക് വൈറ്റും കൂടെ ആഡ് ചെയ്തിട്ട് പിന്നെ കുറച്ച് ഈ ഒരു ബ്ലൂവും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലൊരു സ്കൈ ബ്ലൂ പോലെ ആക്കിയിട്ട് അത് വെച്ചിട്ടാണ് കേട്ടോ പിന്നീട് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു മൂണിൻ്റെ ഭാഗം ഒഴിച്ചിട്ടിട്ട് ബാക്കി കുറേ ഭാഗത്തൊക്കെ ഇങ്ങനെ ആ സ്കൈ വരുന്ന ആ ഒരു ഭാഗത്തൊക്കെ ഇങ്ങനെ ബ്ലൂ കളർ അടിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ആദ്യം അടിച്ചു കൊടുത്തിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഒരു മെറൈൻ ബ്ലൂ ആണെന്ന് തോന്നുന്നു, ഒരു കടലിൻ്റെ ഒക്കെ ഒരു തീമിനൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കളറാണ്. അപ്പോൾ അത് അതുകൊണ്ടാണ് നമുക്ക് അവിടെ മാച്ച് ആവാതിരുന്നത്. ഇപ്പം നമ്മൾ ഈ ഒരു സ്കൈ ബ്ലൂ കൊടുത്തപ്പോൾ കുഴപ്പമില്ല, അവിടെയൊക്കെ നല്ലൊരു മാച്ചായിട്ട് തന്നെയുണ്ട്. അങ്ങനെ നമ്മൾ ആ ഒരു ബ്ലൂ കളറ് മൂണിൻ്റെ ചുറ്റും നമ്മൾ ചെയ്തിട്ടുണ്ട്, അതുപോലെ കുറച്ച് താഴെ ഭാഗത്തും ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ആഷ് കളർ പോലെയുള്ള കുറച്ചൊരു ഡാർക്ക് ആയിട്ടുള്ളൊരു ആഷ് കളർ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ബ്ലാക്ക് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വൈറ്റും കൂടെ ചേർത്തിട്ടൊന്ന് അങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ലൈറ്റ് ഷെയ്ഡായിട്ടുള്ള ഒരു ആഷ് കളറല്ല, നല്ലൊരു ഡാർക്ക് ആയിട്ടുള്ള ഒരു പാറയുടെ ഒക്കെ ഒരു കളർ ഉണ്ടാവുമല്ലോ, റോക്കിൻ്റെ ഒക്കെ ആ ഒരു കളർ വരാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്തെടുത്തിട്ട് അത് നമ്മളങ്ങനെ ആ ഒരു ബോട്ടിലിൻ്റെ താഴെ ഭാഗത്ത് അങ്ങനെ അടിച്ചു കൊടുക്കുകയാണ്. ഇപ്പം നമ്മൾ ആ ഒരു ബോട്ടിലിൻ്റെ താഴെ ഭാഗത്ത് നമ്മളൊരു പാറയുടെ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കളർ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇങ്ങനെ ആ ഒരു പൊങ്ങി നിൽക്കുന്ന രീതിയിലൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ മേലെ നമ്മളൊരു ഗ്രീൻ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ കയ്യിലുള്ളൊരു സാപ്പ് ഗ്രീനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒരുപാടില്ല, കുറച്ചിങ്ങനെ മേലെ മാത്രം നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പം ആ ഒരു പാറയുടെ പുറത്തൊക്കെ ഇങ്ങനെ കുറച്ചൊരു പുല്ലൊക്കെ ഇങ്ങനെ വളർന്നിരിക്കുന്ന ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ കുറച്ച് മേലെ ആയിട്ട് ഇങ്ങനെ ഇതുപോലെ ആ ഒരു ഗ്രാസിൻ്റെ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഗ്രീൻ കളർ തന്നെ വെച്ചിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ താഴെ ഭാഗത്ത് നമ്മൾ നേരത്തെ ആ ഒരു പാറയുടെ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കളർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ആ ഒരു കളർ വെച്ചിട്ട് തന്നെ അതിൻ്റെ താഴെ ഭാഗത്തും ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതൊരു 2 തട്ടായിട്ട് ഇങ്ങനെ വരുന്ന രീതിയിലാണ് കേട്ടോ. അപ്പോൾ താഴെ ഭാഗത്ത് ഇങ്ങനെ കുറച്ചൊരു പാറ, പിന്നെ അതിൻ്റെ പുറത്ത് കുറച്ചൊരു പുല്ലൊക്കെ ആയിട്ട്, അപ്പോൾ അങ്ങനെ കുറച്ച് ദൂരോട്ടായിട്ട് അതുപോലെ വേറൊരു പാറയായിട്ടൊരു കൂട്ടം, അതിൻ്റെ മേലെ ഇങ്ങനെ കുറച്ച് പുല്ലായിട്ട്, അപ്പോൾ അങ്ങനെ 2 തട്ടായിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ആ ഒരു മൂണിൻ്റെ ചുറ്റും ഒന്ന് കുറച്ചും കൂടെ നല്ലൊരു അട്രാക്ഷൻ ആക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മൂൺ ലൈറ്റിന് വരുന്ന സമയത്ത് ചുറ്റുഭാഗം കുറച്ചിങ്ങനെ ഒരു ഡാർക്ക് ബ്ലൂ കളർ വരുമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ ആദ്യം ബ്രഷ് ഉപയോഗിച്ചിട്ട് ഞാനിങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്തു. അപ്പോൾ അങ്ങനെ ഒരു തിന്നായിട്ടുള്ള ബ്രഷ് ഒന്ന് യൂസ് ചെയ്യുമ്പോൾ അത്ര ഒരു ഭംഗിയില്ലായിരുന്നു. ശരിക്കും ഇങ്ങനെ ബ്ലെൻഡ് ചെയ്യുന്ന ടൈപ്പ് ബ്രഷൊക്കെ ഉണ്ട്, അപ്പോൾ അതൊന്നും എൻ്റെ കയ്യിലില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്പോഞ്ച് വെച്ചിട്ട് ഇങ്ങനെ ഡാബ് ചെയ്തിട്ട് ആ ഒരു മൂണിന് ചുറ്റും ഇങ്ങനെ കുറച്ചൊരു ഡാർക്ക് ബ്ലൂ ആക്കി എടുത്തിട്ടുണ്ട്. നമ്മളിങ്ങനെ സ്പോഞ്ച് വെച്ചിട്ട് ടാബ് ചെയ്തപ്പോൾ കുഴപ്പമൊന്നുമില്ല, എന്നാലും കുറച്ചും കൂടെ നല്ലൊരു ഡിസൈനായിട്ട് കിട്ടുമ്പോൾ കുറച്ചുകൂടെ നല്ലൊരു ഭംഗി ഉണ്ടാവുക. കുറച്ചും കൂടെ ഇങ്ങനെ ലൈറ്റ് ഷെയ്ഡ്, പിന്നെ അതിന് ഡാർക്കിലേക്ക് പോകുന്ന രീതിയിൽ, അതാണ് അതിൻ്റെ നല്ലൊരു കറക്റ്റ് ഒരു ഭംഗി വരുന്നത്. അപ്പോൾ എന്നാലും നടുക്ക് നമ്മൾ ആ ഒരു വൈറ്റ് മൂണിൻ്റെ അവിടെ അങ്ങനെ ചെയ്ത് കൊടുത്തപ്പോൾ കുറച്ചുകൂടെ ആ ഒരു ബ്ലൂവിനൊക്കെ നല്ലൊരു അട്രാക്ഷനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ അടിച്ചു കൊടുത്തിട്ട് പിന്നെ നമ്മൾ ആ ഒരു താഴെ ഭാഗത്ത് നമ്മൾ കുറച്ച് ഭാഗം ഒഴിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അവിടെ നമ്മളിങ്ങനെ വൈറ്റ് അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ ശരിക്കൊരു വാട്ടർഫോൾ ആണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ നമ്മൾ വൈറ്റ് അടിച്ചിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഇങ്ങനെ കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ ഒരു ബ്ലൂ കളറും കൂടെ ഒക്കെ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഞാനിവിടെ ആ ഒരു വൈറ്റ് കളർ മാത്രമാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ഒരു മൂൺലൈറ്റിൻ്റെ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറച്ച് വൈറ്റ് ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു പാറയുടെ അവിടെയൊക്കെ. പക്ഷേ അങ്ങനെ ചെയ്തപ്പോൾ അത്ര ഒരു ഭംഗിയില്ലായിരുന്നു. പിന്നെ ഞാൻ അതൊക്കെ ഇങ്ങനെ
ഒന്ന് മായ്ച്ച് കളയുന്നുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ ഒരു വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഇങ്ങനെ വെള്ളം വന്നിട്ടുള്ള ഒരു താഴെ ഭാഗം ഉണ്ടല്ലോ, കുറച്ചൊരു അരുവി പോലെ ഇങ്ങനെ പോകുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഇങ്ങനെ ബ്ലൂ വെച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് കുറച്ചൊരു നല്ലൊരു എഫക്റ്റ് കിട്ടുന്നുണ്ട്. മൂൺലൈറ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ചൊരു ബ്ലൂവും വൈറ്റും കൂടെ ചേർന്നിട്ടുള്ളൊരു കളറാണല്ലോ കാണുക. അപ്പോൾ അതിൻ്റെ അടുത്ത് അതുപോലെ നമ്മൾ നേരത്തെ പുല്ല് വരച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അവിടെയൊക്കെ കുറേ ഇങ്ങനെ മറിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ കുറച്ചൊരു ലൈറ്റ് ബ്ലൂവും കൂടെ വെച്ചിട്ട് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം നമ്മൾ സാബ് ഗ്രീൻ മാത്രമായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ആ ഒരു ലൈറ്റ് ഗ്രീനും കൂടെ കൊടുത്തപ്പോൾ കുറച്ചുകൂടെ നല്ലൊരു അട്രാക്ഷനൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കുഞ്ഞു കുഞ്ഞു വൈറ്റ് ഡോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതൊക്കെ ഞാൻ മായ്ച്ച് കളഞ്ഞിട്ട് ആ ഒരു ബ്ലാക്ക് കളർ തന്നെ വെച്ചിട്ട് പിന്നെ ബ്രഷ് ഉപയോഗിച്ചിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ വരുമ്പോൾ അത്രയ്ക്ക് ഇങ്ങനെ നൈസായിട്ടുള്ളതാണ് വരുന്നത്, അത്ര ഒരു ഭംഗി കിട്ടുന്നില്ല. പിന്നെ ഞാനിതുപോലെ ഒരു ബ്രഷ് ഇങ്ങനെ പെയിൻറ്റിൽ ഡിപ്പ് ചെയ്തിട്ട് ഒരു പെൻസിൽ കൊണ്ട് ഇങ്ങനെ ബാക്കിൽ തട്ടി കൊടുത്തപ്പോൾ കുഞ്ഞു കുഞ്ഞു ഡോട്ട് വരുമല്ലോ, അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുത്തപ്പോൾ കുഴപ്പമൊന്നുമില്ല, നല്ല ഭംഗിയുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇങ്ങനെ കുറച്ചൊരു ട്രീസൊക്കെ ഇങ്ങനെ വരച്ചു കൊടുക്കണം. ഒരു പാം ട്രീ ഒക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ബ്ലാക്ക് കളർ ഉണ്ടായിരുന്നല്ലോ, നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു കളർ തന്നെ വെച്ചിട്ട് ഇങ്ങനെ ഒരു 3-4 ട്രീ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആദ്യം ആ ഒരു ട്രീക്കുള്ള ഒരു സ്റ്റെമ്മൊക്കെ ഇങ്ങനെ ചെയ്തതിന് ശേഷം അതിനിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ലീവ്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആ ഒരു ക്രിസ്മസ് ട്രീയിലൊക്കെ ഉള്ള അതുപോലത്തെ ഒരു ട്രീ ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ കഴിയും. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ സിമ്പിളായിട്ട് തന്നെ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് പെർഫെക്റ്റ് ആയിട്ടൊന്നുമില്ല, എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു അവിടെ. കാരണം ഒന്നാമത്തെ ആ ഒരു ഡാർക്ക് കളർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്തിട്ട് അത്ര ഒരു ഭംഗി കിട്ടില്ലല്ലോ. പിന്നെ ഈ ഒരു മൂൺലൈറ്റിൻ്റെ ഒരു എഫക്റ്റ് എന്ന് പറയുമ്പോൾ എന്തായാലും അതിലൊരു ഗ്രീൻ കളർ കൂടുതലായിട്ടും കാണില്ല, ഫുള്ളായിട്ട് ഇങ്ങനെ ഒരു ഡാർക്ക് എഫക്റ്റ് ആയിരിക്കുമല്ലോ വരിക. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഈ ഒരു ലീഫിനും അതിൻ്റെ ആ സ്റ്റെമ്മിനൊക്കെ ഒരു ഡാർക്ക് ബ്ലാക്ക് പോലത്തെ ഒരു കളറൊക്കെ നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്നിട്ട് പിന്നെ ഞാൻ കുറച്ചും കൂടി ഒരു അട്രാക്ഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു സാപ്ലീന് വെച്ചിട്ട് ഇങ്ങനെ അവിടെ ആയിട്ട് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു ട്രീക്കൊക്കെ. അപ്പോൾ അങ്ങനെയും കൂടി ചെയ്ത് കൊടുത്തപ്പോൾ ഇപ്പോൾ നല്ലൊരു ഭംഗിയായിട്ട് തന്നെ ഉണ്ട്. പിന്നെ ഞാൻ കുറച്ചും കൂടെ താഴെ ഭാഗത്ത് ഒരു പുല്ലിനൊക്കെ കുറച്ചും കൂടി വീതി കൂട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോഴാണ് ഒന്ന് എടുത്ത് കാണിക്കുന്നത്. പിന്നെ നമ്മൾ ആ ഒരു വാട്ടർഫോളും അതുപോലെ ആ മൂണൊക്കെ ഇങ്ങനെ വൈറ്റ് ആക്ലി പെയിൻറ്റ് വെച്ചിട്ട് ഇങ്ങനെ ഒന്നുകൂടെ ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എന്നിട്ടും നമുക്കൊരു ഭയങ്കര ഒരു എഫക്റ്റ് ഒന്നും വരുന്നില്ല. നന്നായിട്ട് ഇങ്ങനെ ചിത്രം വരയ്ക്കുന്നവർക്കൊക്കെ പെയിൻറ്റ് ചെയ്യുന്നവർക്കൊക്കെ അതിന് നല്ലൊരു 3D എഫക്റ്റ് വരുന്ന രീതിയിലൊക്കെ ചെയ്യാൻ പറ്റും. അപ്പം നമ്മളിങ്ങനെ ചെയ്തിട്ട് എത്ര ചെയ്തിട്ടും എനിക്ക് ആ ഒരു വലിയൊരു ഭംഗി കിട്ടുന്നില്ല ആ ഒരു വാട്ടർഫോളിനൊന്നും. അപ്പോൾ ഏകദേശം നമ്മളിവിടെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇതൊരു 2-3 തട്ടായിട്ടുള്ള രീതിയിലാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഫ്രണ്ട് സൈഡിൽ ഇങ്ങനെ കുറച്ചൊരു പാറയും അതിന് മേലെ ഇങ്ങനെ കുറച്ചൊരു പുല്ല്, പിന്നെ ഇങ്ങനെ ഒരു അരുവിയൊക്കെ പോകുന്ന രീതിയിലാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു തട്ട്, അതിൽ കുറച്ചൊരു പുല്ലും ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു രണ്ടാമത്തെ ഒരു തട്ടിൽ നിന്ന് ഇങ്ങനെ വാട്ടർഫോൾ വരുന്ന രീതിയിലാണ് കേട്ടോ. പിന്നെ കുറച്ച് ദൂരമായിട്ട് മൂണും, പിന്നെ അവിടെ കുറച്ച് ട്രീസ്, പിന്നെ ട്രീ നമുക്ക് ഇവിടെയും കാണാൻ പറ്റും. ആ ഒരു രീതിയിൽ ഒരു മൂണിൻ്റെ ഒരു മൂൺലൈറ്റിൽ നമുക്കൊരു വാട്ടർഫോൾ എങ്ങനെ കാണാം എന്നുള്ള രീതിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് ശരിക്കും ഇങ്ങനെ അതിനൊരു ഗ്രീൻ എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല. ഞാൻ പിന്നെ കുറച്ചുകൂടി ബോട്ടിലൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഗ്രീൻ കളർ കുറച്ചുകൂടി അട്രാക്റ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇങ്ങനെ ഈ ഒരു സൈഡിൽ നിന്ന് നോക്കിയപ്പോഴാണ് അതിന് നമ്മൾ ആ ഒരു അരുവിയുടെ ഒരു ഭാഗം ഇങ്ങനെ പകുതി വെച്ചിട്ട് ഇങ്ങനെ കട്ടായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ ചെയ്ത് കൊടുത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് അത്ര ഒരു ഭംഗിയൊന്നും വന്നിട്ടില്ല. എനിക്ക് ഏകദേശം ചെറിയൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ഞാനിതിങ്ങനെ ഒരു ഗൂഗിളിൽ ഒരു ഡിസൈൻ കണ്ടിട്ട് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിലിങ്ങനെ വാട്ടർഫോൾ അടിച്ച് നോക്കിയപ്പോൾ ഒരുപാട് ഇങ്ങനെ ഈ ക്യാൻവാസിൽ ചെയ്ത പെയിൻറ്റിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് നോക്കി ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ വിചാരിച്ച പോലെ അത്ര ഒരു ഭംഗിയൊന്നും വന്നിട്ടില്ല. അതിൽ നന്നായിട്ട് പെയിൻറ്റ് ചെയ്യുന്ന ആരോ ചെയ്തിട്ടുള്ള ഒരു പിക്ചർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നു. നല്ല 3D എഫക്റ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെയൊന്നും ചെയ്തെടുത്തിട്ടൊന്നും എനിക്ക് അത്രയ്ക്കൊരു വിചാരിച്ച പോലെ ഒരു ഭംഗി കിട്ടുന്നില്ല. അതെന്നൊക്കെ പറഞ്ഞാൽ നല്ല തരം ഒരു പ്രത്യേക തരം ബ്രഷും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് നല്ല ബ്ലെൻഡ് ചെയ്തിട്ടാണല്ലോ ഇങ്ങനത്തെ സീനറിയൊക്കെ ചെയ്യുന്നത്. നമ്മളൊരു സാധാരണ ഒരു ബോട്ടിലായിട്ട് ചെയ്യണ പോലെയല്ല, ശരിക്കും ഈ സീനറിയൊക്കെ ചെയ്യാന്ന് പറയുമ്പോൾ നല്ലൊരു പെർഫെക്ഷൻ തന്നെ കിട്ടണം, എന്നാലും അതിന് നല്ലൊരു ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ചെയ്തെടുത്തുള്ളതാണ്. കാരണം ഒരുപാടായിട്ട് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, ഞാൻ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ ഓക്കെ പറയുകയും ചെയ്തു. അപ്പോൾ ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ളൊക്കെ അഭിപ്രായം പറയണേ, എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുകയും ചെയ്യണേ. ഇങ്ങനെയുള്ള പെയിൻറ്റിംഗ് ഒക്കെ ശരിക്കും നല്ലൊരു ഭംഗി ഉണ്ടാവില്ല പൊതുവേ ഒരു ക്യാൻവാസിലാണ്. എനിക്ക് ക്യാൻവാസ് പെയിൻറ്റിങ് കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അങ്ങനെ ഒരുപാട് ട്യൂട്ടോറിയൽസ് ആ ഒരു ക്യാൻവാസ് പെയിൻറ്റിങ്ങിൻ്റെത് കാണാറുണ്ട്. നല്ല രസമാണ് അവരെ പെയിൻറ്റിങ്ങും ആ ഒരു ബ്ലെൻഡിങ് ഒക്കെ ചെയ്യുന്നത് കാണാൻ തന്നെ. പഠിക്കാനും ഒരുപാട് ആഗ്രഹമുണ്ട്. ഇനി എപ്പോഴെങ്കിലും അങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പിന്നെ ഇത് നല്ലൊരു ഫ്ലാറ്റ് ആയിട്ടുള്ള ബോട്ടിലാണെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി നല്ലൊരു ഭംഗി ഉണ്ടാകുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ അങ്ങനത്തെ ഒരു ബോട്ടിലൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇതിൽ തന്നെ വെച്ച് ചെയ്തെടുത്തുള്ളത്. അപ്പോൾ എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയുക. അതുപോലെ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഫാമിലിക്ക് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. ഇനി നമുക്ക് ഹായ് പറയാനുള്ളത് ആർക്കൊക്കെയാണെന്ന് നോക്കാം. ശ്രേയ, അന്ന, തീർത്ഥ, ജനീഷ, ഗൗരി, ഗിഫ്തി, അർപ്പിത, നിഹാല, ജുവാന, കാത്തു, റിയ ഫാത്തിമ, AT, ജോമ, പിന്നെ മാർച്ച് 3 ബർത്ത്ഡേ ആഘോഷിക്കുന്ന തനൂജിനും ആൻഡ് മേരിയ ജോർജിനും എല്ലാവർക്കും ഒരു ബിഗ് ഹായ് തന്നിട്ടുണ്ട്.
അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പിക്ചേഴ്സൊക്കെ അയച്ചു തരുന്നത് ഇൻസ്റ്റാഗ്രാമിലേക്കും ഫേസ്ബുക്കിലേക്കുമാണ്. അപ്പോൾ അതിൻ്റെ പിക്കൊക്കെ ഞാനിവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് പിക്കൊക്കെ അയക്കാൻ വരുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. അപ്പോൾ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ദിവസങ്ങൾ വെനസ്ഡേ, ഫ്രൈഡേ, സൺഡേ 4:30 PM കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.